പുലാമന്തോൾ പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായി കടന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ചെമ്മലയിലെ കിഴക്കേക്കുളമ്പ്. അത് പുലാമന്തോളിൽ നിന്ന് അവിടേക്ക് എത്തണമെങ്കിൽ ചെമ്മലശ്ശേരി ചുറ്റി അവിടേക്ക് എത്താൻ 7 കിലോമീറ്ററോളം ചുറ്റി വരേണ്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പാലൂർ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്നും കൊള്ളിത്തോട് വഴി ചെമ്മലയിലേക്ക് ആ റോഡ് വെട്ടിയത് കൊണ്ട് 3 കിലോമീറ്ററോളം ആളുകൾക്ക് ലാഭമാണ്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പെട്ടെന്ന് വീട്ടിലെത്തിപ്പെടാനോ അവരെ പെട്ടെന്ന് അങ്ങാടിയുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഈ റോഡുമായിട്ടുണ്ട്. ഈ റോഡിനെ ആദ്യമായി ശ്രമദാനമായി നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ച് ഈ റോഡ് വെട്ടുകയും അത് വെട്ടിയപ്പോൾ 13 അടി വീതിയിൽ മാത്രമാണ് അന്ന് ആ റോഡ് വെട്ടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 10-11 സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ച് 200ഓളം മീറ്റർ സോളിംഗ് നടത്തുകയും ഈ വർഷം 2011-12 പുലാമന്തോൾ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൽ പൈസ വെച്ച് 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ സോൾവ് ചെയ്യുകയും ഏറ്റവും ബുദ്ധിമുട്ടുന്ന പാറയായി കിടന്നിരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമായി MLA-യുമായി ബന്ധപ്പെട്ട് MLA-ക്ക് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ MLA-യുടെ ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും അഹമ്മദ് MP-യുടെ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ച് 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഒരു ഗതാഗത യോഗ്യമാക്കി തീർത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ റോഡ് ഒരു 13 അടി വീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരു മെയിൻ റോഡായി ചെമ്മലയിലേക്കുള്ള മെയിൻ റോഡായി വന്ന ഈ അവസ്ഥയിൽ ഈ 13 അടിയിൽ ഒരു വാഹനം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാഹനത്തിന് അങ്ങോട്ട് പോകുമ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് മാറ്റി എടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ ശ്രമഫലമായി ഈ 2 ഭാഗത്തു നിന്നും കുറച്ചുകൂടി വീതി കൂട്ടി ഒരു 6 മീറ്റർ വീതിയാക്കാൻ വേണ്ട ശ്രമം ഇപ്പോൾ ഞങ്ങൾ ജനകീയമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു വൻ സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം അതിൽ 1-2 ഭാഗങ്ങളിലായി കുറേ ദൂരത്തിലുള്ള മതിലുകളുണ്ട്. ആളുകൾ സ്ഥലം തരാൻ തയ്യാറാണ്. മതിൽ മാറ്റി കുത്തി കൊടുത്താൽ അവർ സ്ഥലം തരാൻ തയ്യാറാണ്. അപ്പോൾ അത് നമ്മുടെ ചിലവിൽ ജനകീയ ചിലവിൽ ചെയ്യേണ്ടത് ഒരു സാമ്പത്തിക ബാധ്യതയായി നിലനിൽക്കുകയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ധാരയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് നല്ല ഒരു ഗതാഗത യോഗ്യമാക്കി നല്ല ഈ ചെമ്മലയുടെ കിഴക്കേക്കുളമ്പിൻ്റെയും വികസനത്തിന് വേണ്ടി ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ചെമ്മല പാലൂർ ഹൈസ്കൂൾ പടി റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗതാഗതത്തിന് ആവശ്യമായ വീതിയില്ലാത്ത നിലയിലാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ 5 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികളിൽ ബഹുഭൂരിഭാഗവും ചെമ്മല പ്രദേശത്തു നിന്ന് വരുന്നവരാണ്. അവരിപ്പോൾ യാത്ര ചെയ്യുന്നതാവട്ടെ ചെമ്മലയിൽ നിന്ന് ചെമ്മലശ്ശേരി പാലൂർ കറങ്ങിത്തിരിഞ്ഞ് ആണ് സ്കൂളിലെത്തുന്നത്. ചെമ്മല പാലൂർ ഹൈസ്കൂൾ പടി റോഡ് ആവശ്യത്തിന് വീതി കൂട്ടുകയും മഴക്കാലത്ത് സുഗമമായ രൂപത്തിൽ ഗതാഗതത്തിന് പറ്റുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യുകയാണെങ്കിൽ പുലാമന്തോളിൽ നിന്ന് ചെമ്മലക്ക് നേരിട്ട് ബസ് റൂട്ടുകൾ ആരംഭിച്ചാൽ അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനം ചെയ്യും. ഈ സ്ഥാപനം ഇപ്പോൾ യാത്രാ പ്രശ്നത്തിൽ വളരെയധികം വീർപ്പുമുട്ടുന്ന അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കും ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും ചെമ്മല പാലൂർ ഹൈസ്കൂൾ പടി റോഡിൻ്റെ വീതി കൂട്ടലും അതിലൂടെയുള്ള ബസ് റൂട്ടും അത്യാവശ്യമാണെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.